ചൂടിനെ പ്രതിരോധിക്കാൻ ആരോഗ്യ മന്ത്രാലയം ഹാജിമാർക്ക് വേണ്ടി പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഹാജിമാർക്ക് ആരോഗ്യകരവും സുരക്ഷിതവുമായ അന്തരീക്ഷമൊരുക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഇത്തവണ ഹജ്ജ് വേളയിൽ പ്രതീക്ഷിക്കുന്ന താപനില. മഴ പെയ്യാനുള്ള സാധ്യതയും വളരെ കുറവായതിനാൽ അതികഠിനമായ ചൂടായിരിക്കും അനുഭവപ്പെടുക. അതിനാൽ തീർത്ഥാടകർ ഒരിക്കലും പാദരക്ഷകളില്ലാതെ പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശം. അതിശക്തമായ ചൂടാണ് ഇത്തവണ ഹജ്ജിലെ പ്രധാന വെല്ലുവിളിയെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ അലി പറഞ്ഞു. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹാജിമാരുടെ ആരോഗ്യത്തെ തന്നെ ഗുരുതരമായി ബാധിക്കാനിടയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മന്ത്രാലയം പുറത്തിറക്കിയ ആരോഗ്യ മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണം. നേരിട്ട് സൂര്യപ്രകാശമേൽക്കാതിരിക്കാൻ കുട ഉപയോഗിക്കണമെന്നും ഇടയ്ക്കിടെ മതിയായ അളവിൽ വെള്ളം കുടിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ക്ഷീണവും ചൂടിന്റെ സമ്മർദ്ദവും കുറക്കാൻ ആചാരങ്ങൾക്കിടയിൽ ഇടവേളകൾ എടുക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 45 മുതൽ 48 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇത്തവണ ഹജ്ജ് വേളയിൽ പ്രതീക്ഷിക്കുന്ന താപനില. മഴ പെയ്യാനുള്ള സാധ്യതയും വളരെ കുറവായതിനാൽ അതികഠിനമായ ചൂടായിരിക്കും അനുഭവപ്പെടുക. അതിനാൽ തീർത്ഥാടകർ ഒരിക്കലും പാദരക്ഷകളില്ലാതെ പുറത്തിറങ്ങരുതെന്ന് സാമൂഹിക പ്രവർത്തകർ നിർദ്ദേശിച്ചു. ഹജ്ജിന്റെ തിരക്കിനിടയിൽ പാദരക്ഷകൾ നഷ്ടപ്പെടാനും കേടാകാനും സാധ്യതയേറെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാനായി തീർത്ഥാടകർ എപ്പോഴും ഒരു ചെരുപ്പ് കൂടുതലായി ബാഗിലോ മറ്റോ സൂക്ഷിക്കണം. പാദരക്ഷകളില്ലാതെ പുറത്തിറങ്ങിയാൽ കാലുകൾക്ക് അപകടകരമാം വിധം പൊള്ളലേൽക്കാൻ സാധ്യത ഏറെയാണെന്നും സാമൂഹിക പ്രവർത്തകർ ഓർമ്മിപ്പിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, മക്ക.